ഞാൻ വിശ്വസിക്കുന്നു അടുത്ത മാസത്തെ മീറ്റിംഗ് ഇതിലും വളരെ ബ്ലെസ്സിങ് ആയിരിക്കും. ആദ്യത്തെ മീറ്റിംഗിൽ ഇത്രയും കുഞ്ഞുങ്ങൾ ജോയിൻ ചെയ്തുവെങ്കിൽ ഇതൊരു ബ്ലെസ്സഡ് മീറ്റിംഗ് ആയിട്ട് ദൈവം തീർക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളിവിടെ യൂത്ത്സ് ആണ് ഈ മീറ്റിംഗിൽ കൂടുതൽ പേരും ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നാം യൂത്ത്സ് ആകുന്നതിന് മുൻപേ നമുക്കൊരു ലൈഫുണ്ട്. അത് ഗോസ്പലിൽ വ്യക്തമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നാം പെട്ടെന്ന് യൗവനക്കാരാകുകയല്ലായിരുന്നു, നാം പെട്ടെന്ന് യൂത്ത്സ് ആകുകയല്ലായിരുന്നു. അതിനു മുൻപ് നമുക്കൊരു പ്രത്യേക സ്റ്റേജ് ഉണ്ട്. അതിനെക്കുറിച്ച് ബൈബിളിൽ ഗോസ്പലിൽ 4 ഗോസ്പൽസിലും വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 18 വേർഡ്സ് 15 and 16 ഒന്ന് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 18 verses 15 and 16. Please, someone read in English or Hindi or Malayalam. ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഓക്കെ, യൂത്ത് തന്നെ ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. People that also bringing babies to Jesus to have him touch them. When the disciples saw this, they rebuked them. But Jesus called the children to him and said, "Let the little children come to me, and do not hinder them, for the kingdom of God belongs to such as these." ഓക്കെ, താങ്ക് യു ആൽവിൻ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നമ്മൾ ഇന്ന് ഇവിടെ ഈ ഓൺലൈൻ മീറ്റിംഗിലെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൂടുതൽ 99% യൂത്ത്സ് ആണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പുറകിലോട്ടുള്ള ലൈഫിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. 4 സുവിശേഷങ്ങളിൽ 4 ഗോസ്പലുകളിലും എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ജീസസിന്റെ പബ്ലിക് മിനിസ്ട്രിയില് യേശുവിന്റെ അടുക്കിലേക്ക് ചില പേരൻസ്, ചില പ്രിയപ്പെട്ടവർ ശിശുക്കളെ അവന്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡ്ഹുഡ് നമുക്കുണ്ടായിരുന്നു. നമ്മൾ ജനിച്ച് നമ്മൾ ബേബീസ് ആയിരുന്നു, ഒരു ചൈൽഡ്ഹുഡ് ടൈം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് യേശുവിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ പേരൻസ് യേശുവിന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ്. എന്തിനാണ്? ഈ 4 സുവിശേഷങ്ങളിലും ഈ ചരിത്രം, ഈ ഹിസ്റ്ററി എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 13 നമുക്കത് കാണാം. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 13 നമുക്ക് ഈ ഭാഗം കാണാം. അപ്പോൾ തന്നെ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 1 നമുക്ക് കാണാം. ഇവിടെയെല്ലാം ഈ സുവിശേഷകന്മാർ, ഈ ഗോസ്പൽ എഴുതിയ മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, ഇവർ 4 പേരും ഈ സംഭവം എഴുതിയിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തകരമായ നിലയിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ ലൂക്കിൽ വായിച്ചത് തൊടേണ്ടതിന്, കുഞ്ഞുങ്ങളെ യേശു തൊടേണ്ടതിന് വേണ്ടി, ഒന്ന് ടച്ച് ചെയ്യേണ്ടതിന് വേണ്ടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മാർക്കിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. മാർക്കിൽ എഴുതിയിരിക്കുന്നു യേശു അവരെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി, ബ്ലസ് ചെയ്യേണ്ടതിന് വേണ്ടി. അപ്പോൾ സുവിശേഷകന്മാർ ഒരു സംഭവം എഴുതിയിരിക്കുന്നു, എന്നാൽ വ്യത്യസ്തകരമായ നിലയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമുക്കൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു, ഒരു ശിശുവായിരിക്കുന്ന സമയം നമുക്കുണ്ടായിരുന്നു. അന്ന് നമുക്ക് പേരൻസിന്റെ സപ്പോർട്ട് ആവശ്യമായിരുന്നു. അന്ന് ആരെങ്കിലുമൊക്കെ നമ്മളെ ക്യാരി ചെയ്യണമായിരുന്നു, ആരെങ്കിലുമൊക്കെ നമ്മളെ പിടിക്കണമായിരുന്നു. ജീസസിന്റെ സമയത്തിലും യേശു അവരെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പേരൻസോ അല്ലെങ്കിൽ അതുപോലുള്ളവരോ ഇവരെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുകയാണ്, വരികയാണ്. അപ്പോൾ ആ വരുന്ന സമയത്ത് എന്താണ്, അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ് ശിശുക്കളെ കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ യേശുവിന്റെ ഡിസൈപ്പിൾസ് എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? അവിടെ നാം വായിക്കുന്നു, അവരെ റെബ്യൂക്ക് ചെയ്തു. ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് ഡിസൈപ്പിൾസ് എന്ത് ചെയ്യുകയാണ്, നിൽക്കുകയാണ്. പക്ഷെങ്കിൽ ജീസസ് അത് കണ്ടിട്ട് പറയുകയാണില്ല, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകരുത്, അവരെ റിബ്യൂക്ക് ചെയ്യരുത്, അവരെ എൻ്റെ അടുക്കിലേക്ക് വിടണം, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് യേശു ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുകയാണ്, അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ യൂത്ത്സും മനസ്സിലാക്കണം, നമുക്കൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു, നമുക്ക് സംബഡീസിന്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമായിരുന്നു, പേരൻസിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിരുന്നു. എന്നാൽ അതിനേക്കാളും വലിയൊരു കാര്യം, നമ്മളെ കർത്താവ് ബ്ലസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേരൻസ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വേർഡ് എപ്പോഴും ഉണ്ട്, ദൈവമേ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ, എൻ്റെ മകളെ അനുഗ്രഹിക്കണമേ.
നമ്മുടെ പേരൻസ്, നമ്മുടെ ചർച്ച്, നമ്മുടെ എൽഡേഴ്സ് ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ഉണ്ട്. കർത്താവേ, ഞങ്ങളുടെ ചർച്ചിലെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ആമേൻ ആമേൻ മക്കളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു ഒരു 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 ഉത്തരമുണ്ട്, ഒരു ആൻസർ ഉണ്ട്. നമ്മളെ കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇനി ഒന്നുകൂടെ ഈ മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ യങ്ങേഴ്സ് ആയിട്ടുള്ളവരെ അനുഗ്രഹിക്കണം, ഞങ്ങളെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ മുൻപിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ മെസ്സേജിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ അത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിവിടെ യൂത്തായിട്ട് ഇവിടെ നിൽക്കുന്നുവെങ്കിലും നമുക്ക് ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നു, നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആമേൻ. നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഉണ്ടായിരുന്നു. എന്നാൽ യേശു പറയുകയാണ് അവരെ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ. അപ്പൊ ഇനി രണ്ടാമത്തെ, നമ്മൾ ഇനിയിപ്പോ യൂത്ത്സ് ആയി, നിങ്ങളിൽ ഏറിയ പേരും 13 തൊട്ട് അങ്ങോട്ടുള്ള യൂത്ത്സ് ആണ്. ഈ യൂത്ത്സിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്? യൂത്ത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിന്ത വരും, നമുക്ക് ആരുടെ സപ്പോർട്ട് എന്ത് ചെയ്യണ്ട, വേണ്ട, എനിക്കെല്ലാം ചെയ്യാൻ അറിയാം, ഞാന് നല്ല ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് ഈവൻ പേരൻസിന്റെ സപ്പോർട്ട് ആവശ്യമില്ല, പാസ്റ്ററുടെ സപ്പോർട്ട് ആവശ്യമില്ല, ഈവൻ എനിക്കിനി ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, എനിക്ക് എലോൺ എനിക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ടൈമാണ് യൂത്ത്സ് എന്ന് പറയുന്നത്. ഞാൻ സംതിങ് ആണ്, എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ബൈബിള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് വായിക്കണമേ. ബുക്ക് ഓഫ് എക്ലിസിയാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സ് 1 ഒന്ന് വായിച്ചാട്ട്. ബുക്ക് ഓഫ് എക്ലിസിയാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സ് 1 ഒന്ന് വായിച്ചാട്ട്. Okay. Someone please read. Ecclesiastes chapter 12 verse 1. Remember your Creator when you are young, before the days of trouble come and the years catch up with you. മതി. ശ്രദ്ധിക്കണമേ, എന്താ നമ്മൾ യൂത്ത്സ് ആയി കഴിയുമ്പോൾ വേർഡ് ഓഫ് ഗോഡ് എന്താ നമ്മളോട് പറയുന്നത്? റിമെമ്പർ യുവർ ക്രിയേറ്റർ ഇൻ ദ ഡേയ്സ് ഓഫ് യുവർ യൂത്ത്. ഈ ഇയേഴ്സ് ഓഫ് യുവർ യൂത്ത്. ശ്രദ്ധിക്കണമേ. എന്നിട്ട് എഴുതുക, when you എന്നിട്ട് പറയുകയാണ്, റിമെമ്പർ യുവർ ക്രിയേറ്റർ ഇൻ ദ ഡേയ്സ് ഓഫ് യുവർ യൂത്ത് ബിഫോർ ദ ഡേയ്സ് ഓഫ് യുവർ ട്രബിൾസ് കം എന്ന് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, നിന്റെ യൗവനത്തിൽ, നിന്റെ യൂത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ നീ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. നമ്മുടെ ചൈൽഡ്ഹുഡില് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ പേരൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ചർച്ച് ഉണ്ടായിരുന്നു, ചർച്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ജീസസിന്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ സമ്മടി നമ്മുടെ പുറകിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പല പ്രോബ്ലങ്ങൾ, പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ജീസസ് പറയാണ്, അവരെ എൻ്റെ അടുക്കലേക്ക് വിട്, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിച്ചു. ഇനി യൗവനകാലത്തിൽ ഒരു ചലഞ്ച് എന്താണ്? നമുക്കൊരു ചിന്തയുണ്ട്, എനിക്ക് ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാനായിട്ട് എന്ത് ചെയ്യും പറ്റും. പക്ഷെങ്കിൽ ഒരു കാലത്ത് ഒരു കാര്യം ഓർത്തുകൊള്ളാൻ, ബൈബിൾ സൈസ് എന്താണ് വേദപുസ്തകം പറയുന്നത്? നിന്റെ സൃഷ്ടാവിനെ നീ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. റിമെമ്പർ യുവർ ക്രിയേറ്റർ. അപ്പോൾ യൗവന കാലത്ത് നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിലും, എത്ര ക്വാളിഫൈഡ്, എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, നമ്മൾ എത്ര വലിയ ജോലി ചെയ്യുന്നവരാണ്, എത്ര പവർഫുൾ ആണെങ്കിലും, നമ്മൾ മറക്കാതെ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ക്രിയേറ്ററുണ്ട്, എനിക്കൊരു റിഡീമറുണ്ട്, എനിക്കൊരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിപ്പാനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, കഴിയുകയില്ല. അതുപോലെ തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു യൂത്ത്സിന്റെ മുൻപോട്ടുള്ള ലൈഫില് ദുർദിവസങ്ങൾ വരും. മലയാളത്തിൽ അങ്ങനെ ഒരു പദമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നു, ബിഫോർ ദ ഡേയ്സ് ഓഫ് ട്രബിൾസ് കം. പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപേ, പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ആ പ്രശ്നത്തിൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, ട്രബിൾസിൽ നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, നിന്റെ യൂത്ത്സിൽ നിന്റെ ദൈവത്തെ നീ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. ദൈവത്തെ നീ അറിഞ്ഞിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉള്ള എല്ലാ CM യൂത്ത്സിനോട് പറയുവാനായിട്ടുള്ളത്, ദൈവം നിങ്ങളിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. ഇത്രയും മീറ്റിംഗിൽ, ഈ ആദ്യത്തെ മീറ്റിംഗിൽ ഓൾമോസ്റ്റ് 27 ഡിവൈസ് ഉണ്ട്. ശ്രദ്ധിക്കണമേ. ആമേൻ.
ആമേൻ, വളരെ സന്തോഷിക്കുന്നു. ഈ മീറ്റിംഗ് സ്റ്റോപ്പ് ആകാതെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ മീറ്റിംഗിൽ കൂടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചിലരെ ദൈവം എന്ത് ചെയ്യുകയാണ്, പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പക്ഷെങ്കിൽ അങ്ങനെ വരണമെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ക്രിയേറ്ററെ നമ്മൾ ഓർക്കണം. നമ്മുടെ ദൈവത്തെ നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കണം. നമ്മുടെ ചർച്ചിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും വേറെവർ എവിടെയായിരുന്നു പറഞ്ഞാലും ഇറ്റേണൽ ഗോഡിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവൻ എൻ്റെ റിഡീമർ ആണ്, അവൻ എൻ്റെ ക്രിയേറ്റർ ആണ്, അവൻ എൻ്റെ സസ്റ്റൈനർ ആണ്, അവൻ ഓൾമൈറ്റി ഗോഡ് ആണ്, ആ ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് ഈ സർവശക്തനായ ദൈവത്തെ ഫോളോ ചെയ്യുന്നുവെങ്കിൽ, ഈ സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്നുവെങ്കിൽ, ദൈവം നമ്മളെ എല്ലാവരെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യും, ഉപയോഗിക്കും. അപ്പോൾ തന്നെ ട്രബിൾസുകൾ വരുമ്പോൾ, ടെംപ്റ്റേഷനുകൾ വരുമ്പോൾ, മറ്റു പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അവിടെയൊന്നും വീണു പോകത്തില്ല, തകർന്നു പോകത്തില്ല. കാരണം നാം പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. എന്താണ് ആമേൻ ആമേൻ ശവുമേലിനെ കുറിച്ച് പറയുന്നത്? ആമേൻ ശവുമേലിന്റെ ചൈൽഡ്ഹുഡ്, അവന്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ശവുമേൽ ബാലനോ അവന് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ശവുമേൽ, ദ പ്രോഫറ്റ് ശവുമേൽ, അവന്റെ യങ് ലൈഫിനെ കുറിച്ച് പറയുന്നത് അവൻ സക്സസ് ആകുവാൻ കാരണം, അവന് ബ്ലെസ്സഡ് ആകുവാൻ കാരണം, അവന് ആമേൻ ദൈവത്തിനു വേണ്ടി കൊള്ളാവുന്ന വ്യക്തിയായി തീരുവാൻ ആമേൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ക്രിയേറ്ററെ അവൻ എന്ത് ചെയ്തില്ല, മറന്നുപോയില്ല. ആ വാക്യം കൂടെ വായിച്ച് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 2 വേഴ്സ് 18 ഒന്ന് വായിച്ചാട്ട്. Somebody read please. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 2 വേഴ്സ് 18 ഒന്ന് വായിച്ചാട്ട്. ഫസ്റ്റ് സാമുവേൽ chapter 2 verse 18. But Samuel ministered before the God being a child, grinded Amen. with the lean effort. ശ്രദ്ധിക്കണമേ, സാമുവേൽ മിനിസ്റ്റേഡ് ബിഫോർ ഗോഡ്. ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു ആമേൻ ആമേൻ ശവുമേൽ എന്ന ബാലനോ പഞ്ഞിനീൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ നിന്നു, യഹോവയുടെ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ശവുമേലിനെയാണ് നമുക്ക് കാണുവാൻ എന്ത് ചെയ്യുന്നത്, കഴിയുന്നത്. അപ്പൊ ഈ യൗവനക്കാര യൂത്ത്സിനോട് എനിക്ക് പറയുവാൻ കഴിയുന്നത്, നമ്മുടെ ക്രിയേറ്ററെ നാം ഓർക്കണം. നമുക്ക് ട്രബിൾസുകളൊക്കെ വരും, പ്രതിസന്ധികൾ വരും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിന്ന് കഴിഞ്ഞാൽ ദൈവശബ്ദം കേൾപ്പാൻ കഴിയും. നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് ദൈവ സൊല്യൂഷൻ തരും. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് നിൽപ്പാൻ കഴിയും. സോ ആമേൻ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ഈ യൗവന പ്രായത്തിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ കൃപകൾ നമുക്ക് അനുഭവിപ്പാനായിട്ട് എന്ത് ചെയ്യും, ഇടയായിത്തീരും. നമ്മുടെ ഇമ്മാനുവേൽ ചർച്ചിലുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലുള്ള എല്ലാ യൂത്ത്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് നമ്മുടെ ചർച്ചുകൾക്കൊരു വളരെ ബ്ലെസ്സിങ് ആയി തീരട്ടെ. നിങ്ങൾ പാട്ടുകൾ ഉറക്കെ പാടണം, നിങ്ങൾ സ്തോത്രം പറയണം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ ചർച്ചുകളിൽ നിങ്ങൾ ഒരു ബ്ലെസ്സിങ് ആയി തീരണം. നിങ്ങളുടെ പപ്പാമാർ, മമ്മിമാർ, ആമേൻ, നിങ്ങളുടെ പേരൻസിന് നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരണം. നിങ്ങളിൽ കൂടെ ആമേൻ നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ്. അനേക യൂത്ത്സ് യേശുവിനെ അറിയുവാൻ പോവുകയാണ്. ആമേൻ, നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ ക്രിയേറ്ററെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. നിങ്ങളുടെ ക്രിയേറ്ററുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ട്രബിൾസ് ടൈമില്, ടെംപ്റ്റേഷന്റെ സമയത്ത്, ആമേൻ മറ്റു പ്രതിസന്ധികളില്, സിക്നസ്സുകളില്, ആമേൻ ജീവിതത്തിന്റെ ആമേൻ ആ ഡാർക്കായിട്ടുള്ള സമയങ്ങളില്, ആമേൻ ദൈവം നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, കൈവിടുകയില്ല. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. CMന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. CM കമ്മിറ്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഇങ്ങനെ ഒരു ചെറിയ മെസ്സേജ് നൽകുവാൻ അവസരം തന്ന CM കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ്. Hallelujah. Praise the Lord. I thank Pastor for this wonderful message. Today we learned two things. One is the free will and one is the fear of God. Like Creator, we should always remember our Creator. Just like Samuel, how in his childhood ministered for the God,
And not only Samuel, we also learn about one person. His name is Joseph. How he feared God, how he listened to the God, and how God blessed him, and he made a great nation. So whatever problem, whatever trials and temptation will come, just remember that we have a creator, and that is who our God is. We should always pray, the read the word of God. And I thank Pastor for this wonderful message. And our